കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിസ് ഗലീമെ മേം രഹിത്താഹും എന്ന പാഠം നമ്മൾ പഠിച്ചു. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൽ ജിസ് ഗലീമെ മേം രഹിത്താഹും എന്ന പാഠത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതായത് സമാചാർ പത്ര, പിന്നെ വേറെ 1-2 ആക്ടിവിറ്റികളാണ് ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ബത്തായേ ഹമാരേ ദേശ് കി പ്രമുഖ ഐതിഹാസിക് ഘടനായേം കോൺ കോൺ സി ഹേ. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഹിന്ദിയിൽ നമ്മൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ മലയാളം എന്നൊക്കെ. ഒന്നാമത്തെ പഹല സ്വതന്ത്രത സംഗ്രാം അല്ലെങ്കിൽ സിപ്പാഹി ആന്തോളൻ 1857. അടുത്തത് ജാലിയ വാലെ ബാഗ് ഹത്യാകാണ്ട് 1919. വാഗൻ ട്രാജഡി 1921. അസഹയോഗ് ആന്തോളൻ 1920 to 1922. ചോരി ചൗര ആന്തോളൻ 1922. ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ നമക്ക് സത്യാഗ്രഹ് 1930. ഭാരത് ചോഡോ ആന്തോളൻ 1942. ഭാരത് കി ആസാദി 1947. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ചുള്ള പാഠമാണ് അല്ലേ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ പാവപ്പെട്ട ഇന്ത്യൻ ജനതകളെ ആക്രമിക്കുമ്പോൾ അത് നേരിട്ട് കണ്ട ഒരാളാണ് നമ്മുടെ മിർസ ഗാലിബ്. അപ്പോൾ മിർസ ഗാലിബിൻ്റെ ഡയറിയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഒന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠഭാഗത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പാനി നഹീം മൗത്ത് പീ രഹേ ഹോ യഹാം കിസ് ഹാലത്ത് കി ഔർ സങ്കേത് ഹേ. അതായത് വെള്ളമായിരുന്നില്ല, മരണമായിരുന്നു അവർ കുടിച്ചിരുന്നത്. യഹാം ഇവിടെ കിസ് ഹാലത്ത് കി ഔർ സങ്കേത് ഹേ, എന്ത് അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആൻസർ നോക്കാം. ഗലി കെ പ്യാസ് കെ മാരെ ലോഗ് ഔർ കോയി ചാര നാ ഹോനെ. അതായത് ഗലിയിലെ പ്യാസ് കെ മാരെ, ദാഹിച്ച് മരിക്കാറായ ലോഗ് ആളുകൾ, അവർ കോയി ചാര നാ ഹോനേസെ, കോയി ചാര നാ ഹോനേസെ എന്ന് പറഞ്ഞാൽ വേറെ മാർഗമില്ലാഞ്ഞിട്ട്. ഷോരയ്ക്ക് സഹരീല പാനി, ഷോര എന്ന് പറഞ്ഞാൽ വെടിയുപ്പ് നിറഞ്ഞ, സഹരീല പാനി വിഷാംശമുള്ള വിഷമായിട്ടുള്ള പാനി പീനെ കേലിയെ മസ്ബൂർ ഹോ ഗയി, വെള്ളം കുടിക്കാനായിട്ട് മസ്ബൂർ ഹോ ഗയി, കുടിക്കേണ്ടതായിട്ട് ഉള്ള അവസ്ഥ അവർക്ക് വന്നു. വഹു പാനി പീനേസെ ഉൻകി മൗത്ത് ഹോനെ സംഭാവനാദി, ആ വെള്ളം കുടിക്കുന്നതിലൂടെ അവരുടെ മൗത്ത് ഹോന, മൗത്ത് എന്ന് പറഞ്ഞ മരണം, അവരുടെ മരണം സംഭവിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. യഹാ പ്യാസെ വിവശ് ലോഗോം കി മസ്ബൂരി കി ഔർ സങ്കേത് ഹേ. ഇവിടെ പ്യാസെ വിവശ്, ദാഹം കൊണ്ട് വിവശരായിട്ടുള്ള, ലോകോം കി മസ്ബൂരി, ആളുകളുടെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വഹു പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ദി ഐസ ക്യോം കഹാ ഗയാ ഹേ. എന്താണ്? വഹു പാനി, ആ വെള്ളമായിരുന്നു, ഉസ് വക്ത് ആ സമയത്ത്, ഹമാരേ ലിയെ ഞങ്ങൾക്ക് വേണ്ടി, സബ്സെ ബഡി ദൗലത്ത് ദി ഏറ്റവും വലിയ, ദൗലത്ത് എന്ന് പറഞ്ഞാൽ ധനം, അതായത് ആ വെള്ളമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ധനം. ദൗലത്ത് എന്ന് പറഞ്ഞ ധനം. ഐസ ക്യോം കഹാ ഗയാ ഹേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്?
എന്തുകൊണ്ടാണ്? മഴ പെയ്തു ഇല്ലേ, ഗലിയിലുള്ളവർ അവിടെ ഒറ്റപ്പെട്ടു പോയില്ലേ, ആ സമയത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് തെരഞ്ഞു നടന്ന ഒരു വിഷാംശമുള്ള വെള്ളം കുടിച്ചിരുന്ന സമയത്താണ് ഒരു മഴ പെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഗലി വാലെ ബിനാ പാനി തരസ് രഹേദേ. ഗലിയിലെ ആളുകൾ ബിനാ പാനി വെള്ളമില്ലാഞ്ഞിട്ട് തരസ് രഹേദേ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് കഴിയുകയായിരുന്നു. ഉനെ സഹരീല പാനി പീക്കർ പ്യാസ് ബുജ്ന പടാത. ഉനെ അവർക്ക് സഹരീല പാനി വിഷമായിട്ടുള്ള പാനി വെള്ളം കുടിച്ചിട്ട് പ്യാസ് ബുജാന പടാത ദാഹം അകറ്റേണ്ടി വന്നു. ബുജാന എന്ന് പറഞ്ഞാൽ ദാഹം അകറ്റുക. തബ് ഹുയി ബർസാത്ത് സേ അപ്പോൾ ഉണ്ടായ മഴയിൽ ഉനെ ഖൂബ് പാനി മില. അപ്പോൾ ഉണ്ടായ മഴയിൽ അവർക്ക് ഖൂബ് പാനി മില ധാരാളം വെള്ളം ലഭിച്ചു. ഇസ്ലിയെ ബഹുത്ത് കഷ്ട സഹനയ്ക്ക് ബാദ് അതുകൊണ്ട് വലിയ കഷ്ടതകൾക്ക് ശേഷം, കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം മില പാനി കിട്ടിയ വെള്ളം ഉൻകേലിയെ സബ്സെ ബഡി ദൗലത്ത് ദി അവർക്ക് അതൊരു ഏറ്റവും വലിയ ധനമായിട്ട് തോന്നി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗലിമേ പാനിക്ക് ദിക്കത്ത് ക്യാ കാരൺ ദാ. ഗലിമേ പാനിക്ക് ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ക്ഷാമം, ബുദ്ധിമുട്ട്. ഗലിയിലെ വെള്ളത്തിൻ്റെ ക്ഷാമത്തിന് ക്യാ കാരൺ ദാ എന്താണ് കാരണം? പാഠഭാഗಕ್ಕೆ ആധാർ പർ ലിഖേ. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതുക. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അംഗ്രേസ് ലോഗ് ദില്ലിക്ക് ഗരീബ് ലോഗോം കോ മാർ ഡാൽത്തേ थे. അംഗ്രേസ് ലോഗ് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ, അതായത് ബ്രിട്ടീഷുകാർ, ദില്ലിക്ക് ഗരീബ് ലോഗോം കോ ഡൽഹിയിലെ ഗരീബ് ലോഗോം കോ പാവപ്പെട്ട ആളുകളെ മാർ ഡാൽത്തേ थे കൊന്നൊടുക്കി. അംഗ്രേസോം സെ ബച്നെ കേലിയെ ഇംഗ്ലീഷുകാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ബച്ചിനെ കേലിയെ രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഗലിക്കെ ഗർവാലോംനെ ഗലിയിലെ ആളുകൾ, ഗർവാലെ പറഞ്ഞാൽ അവിടുത്തെ വീടുകളിലുള്ള ആളുകൾ, ഗലി കാ ദർവാസ ഭീത്തർ സെ ബന്ദ് കിയാത. ആ ഗലിയുടെ വാതിലെ അകത്തുനിന്നും, ഭീത്തർ സെ അകത്തുനിന്നും ബന്ദ് കിയ. വഹാം കോയി കുവാ നഹീം അവിടെയാണെങ്കിൽ വേറെ കിണറുമില്ല. അംഗ്രേസോം സെ ഡർ കെ കാരൺ ഇംഗ്ലീഷുകാരെ പേടിച്ചത് കൊണ്ട് ഗലി സെ ബാഹർ നിക്കാൽക്കർ പാനി ഗോജിനെ കാ സാഹസ് ഗലി വാലോം കോ നഹീന്ത. ഇംഗ്ലീഷുകാരെ പേടിച്ച് വെള്ളം അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം, സാഹസ് എന്ന് പറഞ്ഞ ധൈര്യം ഗലിവാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തെരുവിലെ ആളുകൾക്ക് ഇല്ല. ഇസ്ലിയെ ഗലിമേ പാനിക്ക് ബഡി ദിക്കത്ത് ദി അതുകൊണ്ട് ഗലിയിലെ വെള്ളത്തിൻ്റെ ക്ഷാമം വലുതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, പാനിക്ക് ദിക്കത്ത് എന്ന് പറഞ്ഞാൽ വെള്ളക്ഷാമം എന്തുകൊണ്ടാണ് പറയാൻ കാരണം. അതായത് ഇംഗ്ലീഷുകാർ വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അവരുടെ കോളനിയിലേക്കുള്ള ആ വഴി അവർ അടച്ചു. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് കിണറില്ല. പിന്നെ പുറത്തേക്ക് പോകാനാണെങ്കിൽ അവർക്ക് ഭയം, കാരണം കണ്ണിൽ കാണുന്ന പാവങ്ങൾപ്പെട്ട ആളുകളെയൊക്കെ വെള്ളക്കാർ കൊന്നൊടുക്കുകയായിരുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ब्राउन ने गिरफ्तार लोगों को कविता के कारण इज्जत के साथ छोड़ दिया. ब्राउन के इस व्यवहार पर अपना विचार लिखे. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രൗണിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ്? നമ്മുടെ മിർസ ഗാലിബിനെയും അവിടുത്തെ പിന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള അവിടുത്തെ ഒരു ഓഫീസറാണ് ബ്രൗൺ. അപ്പോൾ ഈ ഓഫീസറുടെ അടുത്ത് മിർസ ഗാലിബ് കവിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ആദരവ് തോന്നുകയും മിർസ ഗാലിബിനെയും കൂടെ അന്ന് അറസ്റ്റ് ചെയ്ത ബാക്കി ആളുകളെയും വിട്ടയച്ചു. അപ്പോൾ ബ്രൗണിനെ എല്ലാവർക്കും ഓർമ്മ വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബ്രൗണിനെ ഗിരഫ്താർ ലോഗോം കോ. ബ്രൗണ് അറസ്റ്റായിട്ടുള്ള ആളുകളെ, അറസ്റ്റിലായിട്ടുള്ള ആളുകളെ കവിതാക്കെ കാരൺ കവിതയുടെ കാരണം കൊണ്ട്, ഇജ്ജത്ത് കെ സാത്ത് ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ മര്യാദ, അതായത് മാന്യതയോടെ, ചോട് ദിയ വിട്ടയച്ചു. ബ്രൗൺ കെ ഇസ് വ്യവഹാർ പർ ബ്രൗണിൻ്റെ ഈ സ്വഭാവത്തിൽ അപ്ന വിചാർ ലിഖേ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം?
ഞാൻ ആൻസർ ഒന്ന് പറയാം. ब्राउन एक क्रूर अफसर होने पर भी कवियों का प्यार और आदर करने वाला था. അത് ബ്രൗണിന് കവികളോട് ഒരു ആദരവുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഓഫീസർ ആണെങ്കിൽ പോലും കവികളെ അയാൾക്ക് പ്യാർ ഔർ ആദർ കർണേ വാലത, കവികളോട് സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. ഇസി കാരൺ സെ, ഈ കാരണം കൊണ്ടാണ് ഉസ്നെ ഗാലിബ് ഔർ ഉൻകെ മിത്രോംകോ ചോടിനേക്കാ നിശ്ചയ് കിയ, അതുകൊണ്ടാണ് ഗാലിബിനെയും ഗാലിബിൻ്റെ കൂടെ വന്ന മിത്ര എന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെയും കൂട്ടുകാരെയും വിട്ടയച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹഡ്സൺ സാഹബ് കോ ഗുസ്സ ക്യോം ആയ. നമ്മുടെ അടുത്ത ക്യാരക്ടറാണ് ആര്? ഹഡ്സൺ സാഹബ്. ഹഡ്സൺ സാഹബ് കോ ഗുസ്സ ക്യോം ആയ. ഗുസ്സ ദേഷ്യം. എന്തുകൊണ്ടാണ് ഹഡ്സൺ സാഹബിന് ദേഷ്യം വന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ചിരാഗ് അലി അദ്ദേഹത്തെ സലാം ചെയ്തില്ല, അതുകൊണ്ട് അല്ലേ, ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഹഡ്സൺ സാഹബ് ഗോഡേപ്പർ സവാർ ഹോക്കർ വഹാംസെ നിക്കൽത്തെ സമയം. കുതിരപ്പുറത്ത്, ഗോഡേപ്പർ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത്, സവാർ ഹോക്കർ സവാരി ചെയ്തിട്ട് വരുന്ന സമയത്ത് ചിരാഗ് അലീനെ, നമ്മുടെ ചിരാഗ് അലി अपने मग्न ईश्वर के गुण गाते रहने से उनको सलाम नहीं किया. ഈശ്വരനെ ഈ ഈശ്വരൻ്റെ ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് ചിരാഗ് അലി എന്താ ചെയ്തിരുന്നത്? അദ്ദേഹം ഒരു ബിസ്തി ആയിരുന്നു അല്ലേ, വെള്ളം ചുമക്കുന്ന ആളായിരുന്നു. അപ്പോൾ ചിരാഗ് അലി റോഡ് ഇങ്ങനെ ഈശ്വരൻ്റെ പാട്ടുകളൊക്കെ, ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഈശ്വരൻ്റെ ഗുണങ്ങളുടെ പാട്ടുകൾ പാടിയിട്ട് റോഡ് നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹഡ്സൺ സാഹബ് ആ വഴി വരുന്നത്. അപ്പോൾ ചിരാഗ് അലി ഹഡ്സൺ സാഹബിനെ മൈൻഡ് ചെയ്തില്ല, സലാം ചെയ്തില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഇസ്ലിയെ ഹഡ്സൺ സാഹബ്ക്കോ ഗുസ്സ ആയ, ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. ഇനി അടുത്ത ചോദ്യം. ഇനി അടുത്ത കഥാപാത്രം ആരായിരുന്നു? മെഹറുന്നീസ. മെഹറുന്നീസ ക്യോം ഭൂക്കോം മർനേ ലഗി. മെഹറുന്നീസ എന്തുകൊണ്ടാണ് വിശപ്പ് കൊണ്ട് മരിക്കാറായത്? അതായത് വിശന്ന് മരിക്കാറായത് എന്തുകൊണ്ടാണ്? മെഹറുന്നീസ ആരായിരുന്നു? മെഹറുന്നീസ മെഹറുന്നീസ നമ്മുടെ ഗാലിബിൻ്റെ ആ തെരുവിലുള്ള ഒരു സ്ത്രീയാണ് അല്ലേ, ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. മെഹറുന്നീസ ദൂസരോം കെ ഘർ മേ ജാഡു ലഗാക്കർ അപ്പനി ഗുസർ ബസർ കർത്തി തീ. മെഹറുന്നീസ ദൂസരോം കെ ഘർ മേ, മറ്റുള്ള വീടുകളിൽ പോയി, ജാഡു ലഗാക്കർ, ജാഡു ലഗാന പറഞ്ഞാൽ അടിച്ചു വാരുക, അടിച്ചു വാരിയിട്ട് ഗുസർ ബസർ കർത്തി തീ, അതായത് ജീവിച്ചു തീർക്കുന്ന ആളായിരുന്നു. അംഗ്രേസോംനെ ഘർ ബസ്തിയാമ്പി ജലാദീത്തോ. ഇംഗ്ലീഷുകാർ വന്നിട്ട് എല്ലാ വീടുകളും കത്തിച്ചപ്പോൾ മെഹറുന്നീസക്ക് കത്തിച്ചു കളഞ്ഞപ്പോൾ കാം നാ മിൽനേസെ, ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വഹ് ഭൂക്കോ മർനേ ലഗി, അവള് മെഹറുന്നീസ വിശന്ന് മരിക്കാറായത്. അതായത് ഇംഗ്ലീഷുകാർ മറ്റുള്ള വീടുകളൊക്കെ കത്തിച്ചു, അപ്പോൾ മറ്റുള്ള വീടുകളിൽ അടിച്ചു വാരിയിട്ടാണ് മെഹറുന്നീസ ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വീടുകളൊന്നും ഇല്ലാണ്ടായപ്പോൾ മെഹറുന്നീസയ്ക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്ഷണം കഴിക്കാനില്ലാണ്ട് വിശന്ന് മരിക്കാറായി. അപ്പോൾ മെഹറുന്നീസയെ എന്നിട്ട് നമ്മുടെ മിർസ ഗാലിബാണ് രക്ഷിക്കുന്നത്, ചപ്പാത്തി കൊടുത്തിട്ട് അല്ലേ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെഹറുന്നീസ കൈസേ ജീവൻ ബിത്താത്തി തീ. മെഹറുന്നീസ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു? ദൂസരോം കെ ഘർ മേ ജാഡു ലഗാക്കർ. ഇത് വരാറുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ, ഇത് 1 മാർക്കിന് വരാറുണ്ട്. ഉത്തരം എന്താണ്? ദൂസരോം കെ ഘർ മേ ജാഡു ലഗാക്കർ. ഈ ജാഡു ലഗാന എന്ന വാക്ക് നിങ്ങൾ മറക്കരുത്. അടിച്ചു വാരുക എന്നതിന് പറയുന്നതാണ് ജാഡു ലഗാന. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മേരി തോ ഭൂക്കാ രഹ്നെ കി ആദത്ത് ഹി ഹോ ഗയി ഹേ. മേരി തോ എനിക്ക്, ഭൂക്കാ രഹ്നെ കി വിശന്നിരിക്കാനുള്ള, ആദത്ത് സ്വഭാവം, ഹി ഹോ ഗയി എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു ശീലം, ആദത്ത് പറഞ്ഞ ശീലം,
വിശന്നിരിക്കുന്നതിനുള്ള ഒരു ശീലം എനിക്ക് ഉണ്ടായി. ഗാലിബ് കോ ഭൂക്കാ രഹിനേക്ക് ആദത്ത് കൈസേ ഹുയി ഹോഗി. ഗാലിബിന്, ഇവിടെ ആരെ പറയുന്നത്? ഗാലിബിൻ്റെ കാര്യമാണ് അല്ലേ. ഗാലിബിന് ഈ ഒരു ശീലം എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ, स्वतंत्रता संग्राम के समय लोग खाने पीने की चीज़ों के लिए तरसते थे. അതായത് സ്വതന്ത്രത സംഗ്രാം കെ സമയ, അതായത് ആ യുദ്ധം നടന്നിരുന്ന ആ ഒരു സമയത്ത് ലോക് ആളുകൾ ഖാനെ പീനേക്ക് ചീസോം കേലിയെ തരസ്തേത്, ആ കുടിക്കാനും കഴിക്കാനുമുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി അലയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇസ്സേ ഗാലിബ് അക്സർ ഭൂക്കാ രഹാ ഹോഗ, അങ്ങനെ ഗാലിബും വിശന്നിരിക്കേണ്ടി വന്നു. ഭൂക്ക് സഹിത്തേ സഹിത്തേ, അങ്ങനെ ആ വിശപ്പ് സഹിച്ച് ഉനെ ഭൂക്കാ രഹിനേക്ക് ആദത്ത് സി ഹുയി ഹോഗി, അങ്ങനെ വിശപ്പ് സഹിച്ചിട്ട് അങ്ങനെ ഒരു ശീലമുണ്ടായി. അതായത് വിശന്നിരിക്കുന്നതിനുള്ള ഒരു ശീലം ഗാലിബിന് ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മേം കപ്പടേ ഗാ രഹാഹും, ഞാൻ വസ്ത്രങ്ങൾ തിന്നുകയാണ്. ഇസ്സേ ഗാലിബ് കി കിസ് ഹാലത്ത് കി ഓർ സങ്കേതകെ, ഇവിടെ ഗാലിബിൻ്റെ ഏത് അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. अपनी कविता के बिना गालिब को आजीविका चलाने का कोई मार्ग नहीं था, लेकिन अंग्रेज़ों के शासन में यह मुश्किल हो गया. तब अपने बिस्तर कपड़े बेच कर उस पैसे से जिंदगी गुजारने लगे. ഇവിടെ മേ കപ്പടേ ഖാരഹാഹും എന്നാണ് ചോദ്യം അല്ലേ. ഞാൻ വസ്ത്രങ്ങൾ തിന്ന് ജീവിക്കുന്നു. ഈ വസ്ത്രങ്ങൾ കടിച്ച് തിന്നാന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അതായത് നമ്മുടെ ഗാലിബ് എന്ന് പറഞ്ഞ ഒരു കവിയാണ് അല്ലേ, ഉറുദു കവി. എന്താണ്, മുഗൾ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഒരു കവിയായിരുന്നു നമ്മുടെ എന്താണ് മിർജ ഗാലിബ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ വന്ന് ആകെ എല്ലാവരും എന്താണ് അടിച്ചമർത്തിയിരുന്ന ആ ഒരു കാലത്തിൽ ഗാലിബിന് എന്താണ് കവിതയൊന്നും എഴുതാൻ പറ്റാണ്ടേ. അപ്പോൾ ഗാലിബിൻ്റെ ജോലി എന്താണ്? കവിത കവിയാണ്. അപ്പോൾ ആ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഗാലിബ് എന്ത് ചെയ്തു? ജീവിക്കണ്ടേ, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാലിബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും കിടക്കയും, ബിസ്തർ എന്ന് പറഞ്ഞ കിടക്കയും ഒക്കെ വിൽക്കാൻ തുടങ്ങി. അതായത് വസ്ത്രവും കിടക്കയും ഒക്കെ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ ആ കിട്ടുന്ന എന്താണ് ഭക്ഷണം കൊണ്ടാണ് വിശപ്പ് അകറ്റിയിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മേം കപ്പടേ ഗാരഹാഹും എന്ന് പറയുന്നത് കേട്ടോ. അതായത് अपनी कविता के बिना गालिब को आजीविका चलाने का कोई मार्ग नहीं, അതായത് കവിത ഇല്ലാണ്ട് ആജീവിക ചലാന, അതായത് ആജീവിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി റൊട്ടീൻ ജീവിക്കാനുള്ള മാർഗം ഇല്ലാണ്ടായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേണൽ ബ്രൗൺ ക്യോം ഖുഷ് ഹുവ. കേണൽ ബ്രൗൺ എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ഖുഷ് ഹുവ. ആൻസർ നോക്കാം. യഹ് ജാൻകർ ബ്രൗൺ ഖുഷ് ഹുവ കി ഗിരഫ്താർ കിയേ ലോഗ് സബ് കവിത ലിഖ്നെ വാലേ ഹേ. എന്തുകൊണ്ടാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാവരും കവിത എഴുതുന്നവരാണ് എന്നറിഞ്ഞപ്പോഴാണ് കേണൽ ബ്രൗൺ ഹാപ്പി ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൗൺ ने किसको घर छोड़ आने का आदेश किया. ബ്രൗൺ ആരെയാണ് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിർദ്ദേശിച്ചത്? ബ്രൗണിനെ കിസ്കോ, ബ്രൗൺ ആരെയാണ് ഗർ ചോടാനേക്ക വീട്ടിൽ കൊണ്ടാക്കി വരാൻ ആദേശ് ദിയ എന്താണ് നിർദ്ദേശിച്ചത്? ആൻസർ മിർസ ഗാലിബ് കോ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൗൺ കി ചേഹരേക്ക് വിശേഷത ഖ്യാതി. ബ്രൗണിൻ്റെ മുഖത്തിൻ്റെ വിശേഷത, ഫേസ്, ചേഹര എന്ന് പറഞ്ഞാൽ ഫേസ്. ആൻസർ ബ്രൗൺ കാ ചേഹര സുർക്ക് ദ. ബ്രൗണിൻ്റെ മുഖം സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്നിട്ടായിരുന്നു. ഇത് ഇത്രയാണ്. അപ്പോൾ 12 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആൻസർ ചെയ്തു. അപ്പോൾ ഈ 12 ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠത്തിലുള്ളത്. അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, സമാചാർ തയ്യാർ കരെ എന്ന് പറഞ്ഞാൽ പത്രവാർത്ത,
എന്താണ് പത്രവാർത്ത തയ്യാറാക്കാനാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇതിൽ 4 പത്രവാർത്തകൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ആദ്യം പത്രവാർത്ത എങ്ങനെ എഴുതേണ്ടത്? ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ ഹെഡിങ് എന്താണ് കൊടുത്തിരിക്കുന്നത്? അതായത് നിങ്ങൾക്ക് പാസേജ് ആദ്യം തന്നിട്ടുണ്ടാവും, അപ്പോൾ അല്ലെങ്കിൽ വിഷയം തന്നിട്ടുണ്ടാവും, എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണ് സമാചാരം എന്ന്. അപ്പോൾ ഇവിടുത്തെ വിഷയമാണ് ദില്ലിമേ പാനി കി കമി, അതായത് ഡൽഹിയിലെ വെള്ളക്ഷാമം. ഇതാണ് ഇവിടെ ഞാൻ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ ഒരു പത്രവാർത്ത എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നല്ലൊരു ഹെഡിങ് ഉണ്ടാവണം അല്ലേ? പിന്നെ അത് എവിടെയാണ് നടന്നത് എന്നും സ്ഥലവും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തയുമാണ് വേണ്ടത്. അപ്പോൾ സ്ഥാൻ എന്ന് കൊടുത്തിട്ടുണ്ട്, സ്ഥാൻ എന്ന് എഴുതുക. ഒന്നുകിൽ നിങ്ങളവിടെ ദില്ലിന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ സ്ഥാൻ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? പാനി കി കമി സേ ദില്ലി വാലെ ബഹുത്ത് പരേശാൻ ഹേ. വെള്ളക്ഷാമം കൊണ്ട് ഡൽഹി നിവാസികൾ വളരെ കഷ്ടപ്പെടുകയാണ്. ഘരോമേ പീനെ കെ ലിയേ ബി പാനി നഹീം ഹേ. വീടുകളിൽ കുടിക്കാൻ പോലും വെള്ളം ഇല്ലാണ്ടായി. ലോഗ് പാനി കി തലാഷ് മേ ബർത്തൻ. ആളുകൾ വെള്ളം അന്വേഷിച്ച് ബർത്തൻ എന്ന് പറഞ്ഞ പാത്രങ്ങൾ എടുത്ത് നിക്കൽത്തേ ഹേ എന്താണ് പുറത്തിറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് നഹീംദ. പക്ഷേ ദൂരങ്ങളിലൊന്നും വെള്ളം അവർക്ക് കിട്ടിയില്ല. ജബ് ഷോരേക്ക പാനി ആസ്പാസ് മില. അവിടെ അടുത്ത് നിന്ന് ഷോരേക്ക പാനി വെടിയുപ്പ് നിറഞ്ഞ വെള്ളം അവർക്ക് കിട്ടി. തോ ലോഗ് ഉസ് സഹരീല പാനി ഗരോമേ ലേഗയെ. എന്നിട്ട് ആളുകൾ ആ വിഷാംശം നിറഞ്ഞ വെള്ളം അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഔർ പീക്കർ പ്യാസ് ബുജാത്തെ ഹേ. അവർ ദാഹം അകറ്റി. വേ പാനി നെഹി മൗത്ത് പീ രഹേ ഹേ. അവർ വെള്ളമായിരുന്നില്ല, മരണമായിരുന്നു കുടിച്ചത്. ലോഗോം കി പരേശാനി ദൂർ കർണേമേ അധികാരിയോം കാ ധ്യാൻ ഹോന ജറൂരി ഹേ. പിന്നെ എന്താ പറഞ്ഞത്? ലോഗോം കി പരേശാനി, ആളുകളുടെ ഈ കഷ്ടപ്പാട്, ദൂർ കർണേമേ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി, അധികാരിയോം കാ ധ്യാൻ ഹോന ജറൂരി ഹേ, അധികാരികളെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ന്യൂസ് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് എളുപ്പമാണ്. ഇനി വേറൊരു വിഷയം എന്താണ്? അതായത് കേണൽ ബ്രൗണ് നമ്മുടെ മിർസ ഗാലിബിനെ വിട്ടയച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസം പേപ്പറിൽ ഒരു ന്യൂസായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്? കവിത കെ കാരൻ 50 ലോഗോം കി ജാനെ ബച്ച് ഗയി. അപ്പോൾ ഹെഡിങ് തന്നെ കേട്ടാൽ നമുക്കതൊന്ന് എന്താണെന്ന് വായിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ ഹെഡിങ് എന്താണ്? കവിത കെ കാരൻ, കവിത കാരണം 50 ലോഗോം കി 50 ആളുകളുടെ ജാനെ ബച്ച് ഗയി, ജീവൻ രക്ഷപ്പെട്ടു. കവിത കാരണം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇനി അപ്പോൾ ഹെഡിങ് ആയി. ഇനി പ്ലേസ്, സ്ഥാൻ കൊടുക്കുക. എന്നിട്ട് എന്തായത്? കൽ, ഇന്നലെ. നിങ്ങൾക്കറിയാലോ ഹിന്ദിയിൽ കൽ എന്നതിന് ഇന്നലെ എന്നും നാളെ എന്നുമുള്ള അർത്ഥമുണ്ട്. അപ്പോൾ കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ എന്നാണ് ഇവിടെ ന്യൂസ് പേപ്പറിലൊക്കെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളല്ലേ എഴുതുക. അപ്പോൾ കൽ, ഇന്നലെ. കേണൽ ബ്രൗൺ के निर्देशानुसार कवि मिर्ज़ा गालिब उनके 2 बच्चे नौकर और उनके पड़ोस में रहने वाले 50 लोगों को അംഗ്രേസി സിപ്പാഹിയോമിനെ ഗിരഫ്താർ കർ ലിയ. അതായത് ഇന്നലെ കേണൽ ബ്രൗണിൻ്റെ നിർദ്ദേശപ്രകാരം മിർസ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും പിന്നെ അവിടുത്തെ വേലക്കാരെയും പിന്നെ പടോസി അതായത് അയൽക്കാരെ 50 ആളുകളെ ഗിരഫ്താർ കർ ലിയ, എന്താണ് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ കിയേ ഗയേ ലോഗ് ഏക് ഏക് കർക്കെ കേണൽ ബ്രൗൺ കെ സാമനെ പേശ കിയ ഗയ. അങ്ങനെ അറസ്റ്റ് ചെയ്ത ഓരോരുത്തരും കേണൽ ബ്രൗണുമായിട്ട് എന്താണ് സംസാരിക്കുകയായിരുന്നു. കേണൽ ബ്രൗണിനെ മിർസ ഗാലിബ് പൂച്ച എന്ന് പറഞ്ഞ് ചോദിച്ചു, മിർസ ഗാലിബിനോട് ചോദിച്ചു, ആപ്പ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഉനോമിനെ ഉത്തർ ദിയാക്കി മേം ഉറുദുമേ കവിത ലിഖ്താഹും, ഞാൻ ഉറുദുവിൽ കവിത എഴുതുകയാണ്. ബ്രൗൺ കോ ഖുഷി ഹുയി, അപ്പോൾ ബ്രൗണിന് സന്തോഷമായി. അവർ ഗാലിബ് കോ ഇജ്ജത്ത് കെ സാത്ത് ഘർ ചോട് ജാനെ കോ കഹ, അതായത് ആദേശ് ദിയ, എന്താണ് കവിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇജ്ജത്ത് മാന്യമായിട്ട് വീട്ടിലേക്ക് വിട്ടേക്കാൻ
നിർദ്ദേശിച്ചു. തബ് ഗാലിബിനെ കഹാ കി മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയെ പഡോസി ബെഹസ് സീതേ സാദേ ഹേ. അപ്പം എന്ത് പറഞ്ഞു? എൻ്റെ കൂടെ അറസ്റ്റിലായപ്പെട്ട എൻ്റെ അയൽക്കാരും സാധാരണ ഇന്നസെൻ്റ് ആളുകളാണ്. ഉനേ ബി റിഹ കർ ദിയാ ജായേ, അവരേനും വിട്ടയക്കണം. വേ ബി, അവരും കവിത ലിഖ്തേ ഹേ, അവരും കവിത എഴുതുന്നവരാണ്. കേണൽ ബ്രൗണിനെ ഉൻകോ ബി ഘർ ജാനേക്ക് ഇജ്ജത്ത് ദീദി. അപ്പോൾ കേണൽ ബ്രൗൺ അവരെയും വിട്ടയക്കാനുള്ള അനുമതി നൽകി. ഇസ് പ്രകാർ കവിത കെ കാരൻ 50 ആത്മീയോം കി ജാനെ ബച്ച് ഗയി. അങ്ങനെ കവിത കാരണം 50 ആളുകളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി അതുപോലെ അടുത്തത് കൊടുത്തിട്ടുണ്ട്. ആബാഗെ ബിസ്തി ബിന ഹഡ്സൻ ക ശിക്കർ. പാവപ്പെട്ട ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ചിരാഗലിയോടുള്ള ക്രൂരത, അതാണ് ഹെഡിങ്. അപ്പോൾ അതെന്താണ് നിങ്ങളിതിൽ നോക്കിയിട്ട് എഴുതുക. പിന്നെ അടുത്തത് അംഗ്രേസോം കി ക്രൂരത ഗരീബ് ഔരത്ത് ബന ശിക്കാർ. ഇംഗ്ലീഷുകാരുടെ ക്രൂരതയ്ക്ക് പാവപ്പെട്ട ഒരു സ്ത്രീ ചൂഷണത്തിനെതിരായി, അതായത് മെഹ്റുനിസയുടെ ന്യൂസാണിത്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുമാണ്. അപ്പോൾ എല്ലാവരും ഇതിലൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാഠവും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും സമാചാർ പത്രമൊക്കെ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, മീനിങ്സ് വേണോ അതോ ഇനി കുറച്ചുകൂടെ പറഞ്ഞു തരണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് തരണം. അപ്പോൾ കമൻറ്റിനെ അനുസരിച്ച് ഞാൻ ഇനിയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ബൈ.